ഹായ്, ഞാനൊരു ചെറിയ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ ഓൺ വോയിസ് ചെയ്ത് എനിക്ക് അത്ര വലിയ ധാരണയൊന്നുമില്ല. എന്നിരുന്നാലും ഇത് കണ്ടപ്പോൾ എനിക്ക് 2 ദിവസമായിട്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ്. ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഇപ്പം പറയണത്. അതിനകത്ത് നമ്മുടെ ഒരു വെൽ നോൺ ആയിട്ടുള്ളൊരു ഫിലിമിലും സീരിയലിലും ഒക്കെ ഉള്ളൊരു ആക്ട്രസ്സാണ് ഇത് സംസാരിച്ചത്. അതുകൊണ്ടാണ് ഇത് ഞാൻ മെൻഷൻ ചെയ്യുന്നത്. അതൊരു ആക്ടർ ആയിരുന്നെങ്കിൽ ഇറ്റ് വാസ് ഫൈൻ, ബട്ട് ഇതൊരു ആക്ട്രസ് ആയതുകൊണ്ടാണ് എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയത്. ദ ടോപ്പിക് ഈസ് വെരി സിമ്പിൾ. ഇറ്റ്സ് ഓൾ അബൌട്ട് പീരീഡ്സ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. പുള്ളിക്കാരത്തിയുടെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. പുള്ളിക്കാരത്തെ ഞാൻ മെൻഷൻ ചെയ്യാത്തതിൻ്റെ കാരണം അവരെ പോലെ ചിന്തിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും. അതുകൊണ്ടാണ് പുള്ളിക്കാരത്തി പറയുന്നത്, ഇപ്പോഴത്തെ കുട്ടികൾ പീരീഡ്സ് ആകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വേദനകൾ ആണെന്ന് പറയുന്നു. അവർക്ക് സഹിക്കാൻ പറ്റാത്ത പോലെ എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ പീരീഡ്സിൻ്റെ പെയിൻ സഹിക്കാൻ പറ്റാത്ത കുട്ടികൾ എങ്ങനെയാണ് നാളെ പ്രസവിക്കുക എന്ന്. ഭയങ്കര വലിയ പോയിൻ്റാണ്, നമ്മളത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. വളരെ ശരിയാണ് കേട്ടോ. ഈ ഡെലിവറി പെയിൻ എന്ന് പറയുന്നത് വളരെ വലിയ പെയിനാണ്. കാര്യം അതൊരു വളരെ വലിയ പ്രോസസ്സാണേ. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ വലിയ പ്രോസസ്സാണ്. അത് എനിക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഇല്ല, സോറി, ബട്ട് കേട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഡെലിവറി കഴിഞ്ഞ് എൻ്റെ സുഹൃത്തുക്കളായിക്കോട്ടെ, എൻ്റെ അമ്മയായിക്കോട്ടെ, എൻ്റെ അമ്മായിയമ്മ ആയിക്കോട്ടെ, അവരൊക്കെ പറഞ്ഞുള്ള അറിവ് വെച്ചിട്ട് വളരെ പെയിൻഫുള്ളായിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ്. കാര്യം നമ്മളതിനെല്ലാം ഒരു ഡിവോഷണൽ ടച്ചിൽ കാണുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മുടെ കൾച്ചർ അങ്ങനെയാണ്. ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു എന്നൊക്കെ വളരെ പ്യൂറസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിനകത്തൊന്നും എനിക്ക് യാതൊരു തരത്തിലുള്ള ഒബ്ജെക്ഷൻസും ഇല്ല. ബട്ട് ആ പോയിൻറ്റിന് മുന്നേ ഉള്ള പോയിൻ്റ്, പീരീഡ്സ് വരുമ്പോൾ ഭയങ്കര വേദന സഹിക്കാൻ പറ്റാത്ത പോലെ എന്നൊക്കെ, അതിൻ്റെ ആവശ്യം എന്താണ്? എനിക്കത് അങ്ങോട്ട് എന്താണെന്നറിയത്തില്ല, എനിക്കത് ഡൈജസ്റ്റ് ആകുന്നില്ല. ഞാനത് കേട്ടപ്പം തൊട്ട് ആലോചിക്കണം, ഈ സ്ത്രീക്ക് എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുക? ഇവരൊരു സ്ത്രീ തന്നെ അല്ലേ എന്നെനിക്ക് തോന്നിപ്പോയി. ശരിയായിരിക്കും, അവർക്ക് വേദന കാണത്തില്ല കേട്ടോ. കാരണം നമുക്ക് ചില ആൾക്കാർക്ക് പെയിൻ വലുതായിട്ട് കാണില്ലായിരിക്കും. അവർ വളരെ സേഫാണ്. അങ്ങനെയൊക്കെ ഉള്ളവരോട് എനിക്ക് വളരെയധികം സന്തോഷം തോന്നാറുണ്ട് അങ്ങനെയുള്ളവരെ കാണുമ്പം. കാര്യം കുറച്ച് പേരെങ്കിലും ഇതിൽ നിന്നൊന്ന് എസ്കേപ്പ് ആയല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാര്യം മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഇത് വലിയതായിട്ട് സഫർ ചെയ്യുന്നവരാണ്. അതിലൊരു വിക്റ്റിമാണ് ഞാൻ. കാര്യം ഞാൻ വളരെയധികം സിവിയറായിട്ടുള്ളൊരു പീരീഡ് പെയിൻസ് അനുഭവിക്കുന്ന ഒരാളാണ്. എനിക്ക് വയറുവേദനയാണെങ്കിലും ബാക്ക് പെയിൻ ആയാലും എനിക്ക് വോമിറ്റിംഗ് ഇഷ്യൂസ് ഭയങ്കരമായിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ലൂസ് മോഷൻ പ്രശ്നങ്ങൾ എനിക്ക് വരാറുണ്ട്. എനിക്ക് കാല് രണ്ടും ഭയങ്കര വേദനയായിരിക്കും പീരീഡ്സ് വരുമ്പോൾ. ശരിക്കും ബെഡിൽ നിന്ന് എണീക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു ടൈം പീരീഡാണ് ഈ പീരീഡൽ ടൈം എന്ന് പറയുന്നത്. അപ്പം എനിക്ക് മാത്രമല്ല, അങ്ങനെ സഫർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇതിൻ്റെ റേഞ്ച് ഡിഫറൻസ് ഉണ്ടാകും. ചിലർക്ക് സിവിയർ ആയിരിക്കും, ചിലർക്ക് മോഡറേറ്റ് ആയിരിക്കും, ചിലർക്ക് നോർമൽ ആയിരിക്കും, ചിലർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും, ചിലർക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു പൊട്ട് വന്നിട്ട് പോകും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനിത് പറയുന്നത് അവരോട് മാത്രമല്ല, ഇതൊരു ആക്ഷനാണ് ഈ പിള്ളേരെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ജനതയോടാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ആക്ഷനല്ല. നിങ്ങൾക്കത് വരാത്തതിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാര്യം അത് വരുന്നവർക്ക് അതിൻ്റെ പെയിൻ അറിയത്തുള്ളൂ. നമുക്ക് എന്തിപ്പം പറയുന്നത്, നമ്മൾ പറയില്ലേ, നമ്മുടെ കൈയൊന്ന് മുറിയും. ഇപ്പം എൻ്റെ കയ്യിൽ 2 സെൻറ്റിമീറ്റർ ആഴമുള്ളൊരു മുറിവും വേറെ 2 പേരുടെ അതേ പാർട്ടിൽ, അതേ ബോഡി പാർട്ടിൽ 2 സെൻറ്റിമീറ്റർ നീളമുള്ള ആഴമുള്ളൊരു മുറിവും വേറെ 2 പേർക്കും ആവുകയാണെങ്കിൽ ഞങ്ങൾ 3 പേരുടെയും ഫീലിങ്സ് 3 ആയിരിക്കും. എനിക്കത് ഭയങ്കര പെയിൻഫുള്ളായിട്ടായിരിക്കും തോന്നുക, മറ്റ് 2 പേർക്കും അത്രയും തോന്നില്ലായിരിക്കും. ചിലപ്പോൾ അവർക്ക് ആയിരിക്കും സിവിയറിറ്റി ആയിട്ട് തോന്നുക, എനിക്ക് അത്രയും തോന്നില്ലായിരിക്കും. അങ്ങനെ ഈച്ച് പേഴ്സൺ ഈസ് ഹാവിങ് ഡിഫറെൻറ്റ് ഫീലിങ്സ്. അതിപ്പം എന്തിൻ്റെ പേരിലായാലും, ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും എല്ലാം മനുഷ്യനെപ്പോഴും ഡിഫറെൻ്റ് ആയിട്ടാണ് മേക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ആ ഡിഫറൻസസ് ഇതിലും ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നേ. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? ഇത്രയും കാര്യങ്ങൾ ഈ പീരീഡ്സിനെ കുറിച്ചുള്ള ഇത്രയും വീഡിയോസസ് ഓരോ ഡോക്ടർമാരും പറയുന്നു. ഇപ്പോൾ ഈ ടാബ്ലറ്റ്സ് ഒക്കെ വെച്ചേക്കുന്നത് വെറുതെ ഒന്നും അല്ലല്ലോ. നമുക്ക് ഈ ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചാൽ മാത്രം ഓരോ മാസവും കടന്നു പോകുന്ന ആൾക്കാരുണ്ട്. ഞാനും അങ്ങനെ പോകുന്ന ഒരാളാണ്. ഈ പെയിൻ സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. അന്നേരം നിങ്ങൾ പറയും ഞാൻ ആക്ഷനാണ് കാണിക്കുന്നത്, എൻ്റെ ഹസ്ബൻഡും എൻ്റെ വീട്ടുകാരും എല്ലാം അപ്പോൾ അങ്ങനെ പറയുമെങ്കിൽ അതെന്നെ എന്തുമാത്രം മെൻ്റലിയും കൂടി ഹേർട്ട് ചെയ്യുമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ശരിക്കും ഈ പീരീഡ്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു മെൻ്റൽ സപ്പോർട്ടാണ്. നമ്മളെ ഒരാൾ കെയർ ചെയ്യുന്നു എന്നൊക്കെ തോന്നുകയാണ്. അതൊക്കെ അത് കിട്ടുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മളൊന്ന് ഓക്കെ ആയിട്ടിരിക്കുന്നത്. മെൻ്റലി ഞാൻ സ്റ്റേബിളാവും, അവരെന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ
കുറച്ചൊക്കെ നമ്മളൊരു പീസ്ഫുള്ളായിട്ട് പോകും. അതും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, എനിക്കതൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ കൺസേൺ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ പബ്ലിക്കായിട്ടൊരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന ഒരു ലേഡി, അതൊരു മെന്നായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ അത്രയും ഇതാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് അതൊരു ലേഡി പറയുമ്പോൾ എനിക്കതെന്തോ ഒരുമാതിരി ഒരു ഡൈജസ്റ്റ് ആവുന്നില്ല, തീരെയും ഡൈജസ്റ്റ് ആവുന്നില്ല. ബിക്കോസ് നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുമോ, ഇറ്റ്സ് ഫൈൻ, നിങ്ങൾക്ക് പെയിനില്ല എന്ന് നിങ്ങൾക്ക് പറയാം, അതിനകത്ത് തെറ്റില്ല. കാര്യം നിങ്ങൾക്ക് പെയിനില്ലല്ലോ, അതിനെ എനിക്ക് ബാധിക്കുന്നില്ല. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചാൽ എന്നെ ബാധിക്കുന്ന കാര്യമല്ല. കാര്യം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ള അവകാശങ്ങളുണ്ട്. പക്ഷേ ജനറലൈസ് ചെയ്യരുത്, ആ ഒരു ഒബ്ജക്ഷൻ മാത്രമേ എനിക്കുള്ളൂ. നിങ്ങൾക്ക് പെയിൻ ഇല്ലാത്തത് കൊണ്ട് മറ്റൊരാൾക്ക് പെയിൻ ഉണ്ടാവാൻ പാടില്ലെന്നോ, അയാളുടെ പെയിൻ അയാൾ ഡ്രാമ കാണിക്കുകയാണെന്നോ ഓവർ ആക്ടിങ് ആണെന്നോ പറയാനുള്ള എന്ത് വോയിസാണ് നിങ്ങൾക്കുള്ളതെന്ന് എനിക്കറിയില്ല. ഞാനിത് പറയാൻ കാരണം, ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ. നമുക്ക് എല്ലാവർക്കും എല്ലാത്തിനെക്കുറിച്ചും വലിയ അറിവൊന്നുമില്ല. എനിക്കും ഇതിനെക്കുറിച്ച് അത്ര വലിയ ധാരണയൊന്നുമില്ല. എനിക്ക് വരുന്നത് കൊണ്ട്, ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് കൊണ്ടുള്ള കുറച്ച് അറിവ് മാത്രമേ എനിക്കുള്ളൂ. ഇതൊരു വാസ്റ്റ് ഏരിയയും കൂടിയാണ്. അപ്പം ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ലാത്ത ഇച്ചിരി ആൾക്കാർ, അവർക്ക് ഇതിൻ്റെ പെയിനിനെ കുറിച്ച് വലിയ ധാരണയില്ലാത്തവർ, നമ്മളെപ്പോലെ ഒരു പെയിനുള്ള ഒരാൾ അത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അവർ നിങ്ങൾ പറഞ്ഞതും കൂടി ഇവരുടെ മൈൻഡിലുണ്ട്. ഇവരെന്ത് വിചാരിക്കും, അന്ന് അവർ പറഞ്ഞ ഞാനും കേട്ടായിരുന്നു, ഇപ്പോഴത്തെ പിള്ളേരെല്ലാം അഭിനയമാണ്. അങ്ങനെ ചിന്തിക്കാനുള്ള ഇട വരുത്തരുത്. നിങ്ങളൊരു സ്ത്രീയല്ലേ, നമ്മൾ സ്ത്രീ എന്ന് മാത്രമല്ല, നമ്മളൊരു വുമനല്ലേ. ഓരോ മനുഷ്യനെയും കൺസിഡർ ചെയ്യാനുള്ളൊരു കോമൺ മാനേഴ്സ് നമുക്കില്ലേ. നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് സംസാരിക്കുമ്പം അതെന്താണ് പറയുന്നതെന്നുള്ള വ്യക്തമായ ധാരണ നമുക്കുണ്ടാവണം എന്നാണ് എൻ്റെ ഒരു പോയിൻ്റാണ് കേട്ടോ. സോ എനിക്കിത്രേ പറയാനുള്ളൂ. പീരീഡ്സ് എന്ന് പറയുന്നത് വളരെ പെയിൻഫുള്ളായിട്ടുള്ളൊരു ജേണിയാണ്. അത് ഫിസിക്കലി മാത്രമല്ല, മെൻ്റലിയും പെയിൻഫുള്ളാണ് ആ ജേണി. അതിനെ നിങ്ങളൊന്ന് മനസ്സിലാക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പെയിൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോടോ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കും. എന്നാൽ മാത്രമേ നമുക്കതിനെ ജനറലൈസായിട്ട് പറയാൻ പറ്റൂ. കാര്യം ഒരു 100% എടുക്കുകയാണെങ്കിൽ, 100 സ്ത്രീകളെ എടുക്കുകയാണെങ്കിൽ അതിൽ 80% സ്ത്രീകളും അത് ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നവരാണെന്നേ. ബാക്കി 20% ആൾക്കാരെ പെടുന്ന ഒരു സ്ത്രീ ഇത് പറഞ്ഞു എന്ന് കേട്ടിട്ട് ബാക്കി 80% ആൾക്കാർ ഓവർ ആക്ടിങ് അല്ല, അവരവരുടെ ഫീലിങ്സ് പറയുന്നതാണ്. നമുക്കൊരു വേദന സഹിക്കുന്നതിനൊരു പരിധിയില്ലേ. അത് ഒരിക്കലും ഡെലിവറിയുമായിട്ട് കൂട്ടിച്ചേർക്കാതിരിക്കുക. ഡെലിവറിയാണ് ഓരോ അസുഖങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ കണ്ടീഷൻസിനും ഓരോ സിവിയറിറ്റി ഉണ്ട്. അതെല്ലാം മനുഷ്യനും ഒരുപോലെ ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല. സോ വയ്യാത്തത് കൊണ്ടാണ് ഇയാൾ വയ്യ എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ളൊരു കോമൺ ബേസിക് മാനേഴ്സ് അല്ലെങ്കിൽ ബേസിക് നോളജ് എല്ലാവർക്കും ഉണ്ടാവണം എന്ന് മാത്രമേ ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പം നമ്മളൊരാൾക്ക് വയ്യ എന്ന് കാണുമ്പോൾ, അത് പീരീഡ്സ് എന്നല്ല, ഏതൊരു കാര്യമായാലും ഒരാൾക്ക് വയ്യ എന്ന് പറഞ്ഞാൽ പ്ലീസ് കൺസിഡർ ദാറ്റ്. അതിനെ അല്ലാതെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നോ അല്ലെങ്കിൽ മറ്റ് കുറച്ച് ആൾക്കാർക്ക് മുമ്പിൽ പോയിട്ട് വെറുതെ ഷോ ഓഫ് എന്ന് പറയാതിരിക്കുക. ആർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. എനിക്കെന്തോ ഇത് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പറയാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഓർക്കാൻ പറ്റത്തില്ല. ഞാൻ 2 ദിവസമായിട്ട് ഇവരെന്നാലും എന്തിനിത് പറഞ്ഞു എന്നുള്ളൊരു ചിന്തയിൽ ഇരിക്കട്ടെ. സോ താങ്ക് യു ടു ഹിയർ ദിസ്. ബൈ.